എറണാകുളം ചോറ്റാനിക്കരയിൽ ആൾതാമസമില്ലാത്ത വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയതിൽ സമഗ്രമായ അന്വേഷണത്തിലേക്ക് കടന്ന പോലീസ്. ശരീരാവശിഷ്ടങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു. തലയോട്ടിയും അസ്ഥിയും പഠനാവശ്യത്തിന് ഉപയോഗിച്ചതാണെന്നാണ് പോലീസിന്റെ നിഗമനം. 25 വർഷമായി പൂട്ടിക്കിടന്ന വീട്ടിനുള്ളിലാണ് കവറിലാക്കിയ നിലയിൽ തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. കൊച്ചിയിലെ മനഃശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ ഫിലിപ്പ് ജോണിൻ്റേതാണ് വീട്. വൈദ്യപഠനത്തിനായാണ് അസ്ഥികൂടം ഉപയോഗിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തലയോട്ടിയിൽ മാർക്കിങ്ങുകളും നട്ടലിന്റെ കശേരുക്കൾ നൂലിൽ കെട്ടിയ നിലയിലുമാണ്. മൃതദേഹാവശിഷ്ടങ്ങളുടെ വിശദ പരിശോധന കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുത്തൻകുരിശ് ഡിവൈഎസ്പി VT ഷാജന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. പോസ്റ്റ്മോർട്ടം പരിശോധനകൾക്കും ഫോറൻസിക് പരിശോധനാ ഫലത്തിനും ശേഷം തുടർ നടപടികളിലേക്ക് പോകാനാണ് പോലീസിന്റെ തീരുമാനം. വീട്ടിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് അംഗം ഇന്ദിരാ ധർമ്മരാജൻ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജിനുള്ളിൽ തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. മീഡിയ 1 കൊച്ചി.